പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നന്ദി കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ്, കേരളം എന്ന് മലയാളത്തിൽ എഴുതിക്കൊണ്ട് നന്ദി കേരളം എന്ന് മലയാളത്തിൽ എഴുതിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്. അതിൽ വയനാട്ടിൽ 7 നൽകിയ ജനങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഇനി മുതൽ 8 പ്രതിനിധികൾ വയനാടിന് വേണ്ടി ഉണ്ടാകും. അത് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വരുന്ന 5 വർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു അത്യാവശ്യം ദൈർഘ്യമുള്ള ഒരു കുറിപ്പ് പ്രിയങ്ക ഗാന്ധിയുടേതായി വരികയാണ്. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോൾ പല CPIM പ്രതിനിധികളും വിജയിച്ചു കയറുമ്പോൾ അത് ചെറിയ ഭൂരിപക്ഷത്തിനാണ് എന്നുള്ളത്. ഇപ്പോൾ കൂത്തുപറമ്പിൽ പ്രവീൺ വിജയിച്ചിരിക്കുന്ന 1000-ൽ താഴെയാണ്. അതുപോലെ അഴീക്കോട് KV സുമേഷ് ജയിച്ചിരിക്കുന്നത് 1000-ൽ താഴെയാണ്. അങ്ങനെ പലരും ഉണ്ട്. പിന്നെ ജയിച്ച പലരും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ KN ബാലഗോപാലിനെ പോലെയൊക്കെയുള്ള ശക്തനായ നേതാവ് 1000 ശിഷ്ടം എന്നുള്ള ആ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് വല്ലാതെ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിജയിച്ചാലും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയായിരിക്കും. അതായത് ഈ നേതാക്കളൊക്കെ അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ജയിച്ചിട്ടുള്ള ആളുകളായിരിക്കും. സുമേഷിനെ പോലെയൊക്കെ ആ മണ്ഡലത്തിന് വേണ്ടി കുറച്ചധികം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജനപ്രതിനിധികളാണ് അവരൊക്കെ. അപ്പോൾ അത്തരത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് സ്വീകാര്യരായ ആളുകളാണ്. പക്ഷേ ഈ ഒരു വലിയൊരു സുനാമി ഉണ്ടല്ലോ ആഞ്ഞടിച്ച്, ആ തിരമാലയിൽ നിന്ന് വളരെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഇവർക്കൊക്കെ വരാൻ കഴിഞ്ഞത് അവരുടെ ആ മണ്ഡലത്തിൽ അവശേഷിക്കുന്ന ചില ചെറിയ ജനപിന്തുണയായിരിക്കാം ഇതിനെ അതിജീവിക്കാൻ അവർക്ക് കരുത്തു നൽകിയത് എന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് കൂട്ടായി തന്നെ ഒലിച്ചു പോകുന്ന നിലയിലുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരമെന്നോ CPIM നേതൃത്വത്തിൻ്റെ ശൈലിയോടുള്ള വിയോജിപ്പെന്നോ ഒക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു ജനവിധിയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഇത് വരുന്നത് ഭൂരിപക്ഷം കൂടിയിട്ടുണ്ട്. 1286 എന്ന തരത്തിലേക്ക് ആ ഭൂരിപക്ഷം ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും അത് വലിയൊരു ഭൂരിപക്ഷം എന്നൊന്നും പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ തിരിച്ചടി പാർട്ടിയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് ഈ കണ്ണൂർ ജില്ലയിൽ പാർട്ടി കോട്ടകളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിലേക്കാണ് ഏറ്റവും ആദ്യം പാർട്ടി പോകേണ്ടുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അവിടെ മാത്രമല്ല, ഇപ്പം ദിലീപ് പറഞ്ഞ പോലെ തന്നെ 100% ശരിയായ കാര്യമാണ്. കാരണം ഇപ്പം ആലപ്പുഴയിൽ വിഭാഗീയത ഏറ്റവും ശക്തമായ ഒരു ജില്ലയാണ്. സജി ചെറിയാൻ ഓരോ ഗ്രാമങ്ങളിലും പോയതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് പാർട്ടി ചില കാര്യങ്ങൾ പഠിക്കാനാണ്. പണ്ട് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്നതാണ്. ആ സാധാരണക്കാരിൽ നിന്ന് പാർട്ടി അകന്നു. ആ ഒരു പാഠം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ഈ സാധാരണക്കാർ പഠിപ്പിച്ചു. അതുകൊണ്ട് അതിൽ ഞങ്ങൾ തിരുത്തൽ വരുത്തും. ഇവിടെ ആ വ്യാപകമായ തിരുത്തൽ വേണമെന്ന് വീണ്ടും ഈ വോട്ടിലൂടെ, ഇവർക്ക് ആകെപ്പാടെ ഈ ഒരു ശക്തിയേ ഉള്ളൂ. ആ വോട്ടിലൂടെ അവർ ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ പോലും അവരത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്റ്റീന, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പാഠം പഠിപ്പിച്ചതാണ് ഇടതുമുന്നണിയെ. അപ്പോൾ തന്നെ ഒരു തിരുത്തലിന് വിധേയരാകാൻ ആ പാർട്ടിയോ മുന്നണിയോ തയ്യാറായില്ല. അത് തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അക്കാര്യങ്ങൾ പ്രതിഫലിച്ചതാണ്. പലർക്കും അത്തരത്തിലുള്ള വിയോജിപ്പുകളൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തുറന്നു പറയാൻ കഴിയാത്ത ഒരു സ്ഥിതി ആ പാർട്ടിയിൽ സംജാതമായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൂടി പ്രതിഫലനമാണ് ഈ റിസൾട്ടിൽ എന്നാണ് നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ദീപാദാസ് മുൻഷി പറയുന്നത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ MLA-മാരുടെ പ്രതികരണം തേടും, അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന ഒരു വാചകം, MLA ആകാത്തവർ മുഖ്യമന്ത്രിയാകരുത് എന്ന പ്രശ്നമില്ല. ഇത് തന്നെയാണ് സണ്ണി ജോസഫും പറയുന്നത്. MLA ആകാത്തവർ മുഖ്യമന്ത്രിയായ ചരിത്രമില്ലേ? അപ്പോൾ വീണ്ടും KC വേണുഗോപാലിലേക്ക് ഒരു സാധ്യതയാണോ? പക്ഷേ നിലവിലെ MLA-മാരുടെ പ്രതികരണം തേടും എന്നുകൂടി പറയുകയാണ്. സ്വാഭാവികമായിട്ടും MLA-മാരുടെ പ്രതികരണം ഹൈക്കമാൻഡ് പ്രതിനിധികൾ തേടിയേക്കും. നിലവിലെ കണക്ക് വെച്ച് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ് കൂടുതൽ MLA-മാരും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ജനങ്ങൾ നൽകിയിട്ടുള്ള ഈ വിധിയെഴുത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം VD സതീശൻ നേതൃത്വം നൽകിയ പ്രതിപക്ഷത്തിനുള്ള പിന്തുണ കൂടിയാണ്. അത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുമെന്ന് കരുതാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.